നിങ്ങളിപ്പോൾ കാണുന്ന ഈ സുന്ദരിക്കുട്ടി ഒരു പാവ പോലെയില്ലേ, നല്ല സുന്ദരിയല്ലേ? ഈ സുന്ദരക്കുട്ടി ആരായിരിക്കാം? ഗസ് ചെയ്ത് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്കറിയാം. കാരണം 70-75 വർഷം മുമ്പുള്ള ഫോട്ടോയാണ്. സത്യമാഷിൻ്റെയും പ്രേം നസീറിൻ്റെയും പ്രിയപ്പെട്ട നായികയായിരുന്നു ഇവർ വളർന്നു വന്നപ്പോൾ, ഈ കുട്ടി വളർന്നു വന്നപ്പോഴെന്ന് പറയാം. അവർ കഥാകൃത്തായിരുന്നു, തിരക്കഥാകൃത്തായിരുന്നു, നോവലിസ്റ്റായിരുന്നു, നല്ല ചിത്രകാരിയായിരുന്നു, സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. 60കളിലും 70കളിലും വിലപിടിപ്പുള്ള നായികയായിരുന്നു. ഇനിയും കൂടുതൽ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്തായാലും നമ്മുടെ ഈ ഫോട്ടോയ്ക്ക് പിന്നിലെന്നുള്ള പങ്ക്തിയിൽ ഇന്ന് പറയുന്നത് മലയാളം കണ്ട പ്രിയപ്പെട്ട ഒരു നായികയെക്കുറിച്ചാണ്. 60കളിലും 70കളിലൊക്കെ അക്കാലത്തെ വിജയ സിനിമകളുടെ ഒരു വലിയ ഘടകമായിരുന്നു ഈ നായിക. ഒരു തലമുറയുടെ സ്വപ്ന റാണി, നല്ലൊരു ശില്പി, വെണ്ണക്കല്ലിൽ വാർത്തെടുത്തൊരു ശില്പം പോലെ മുഖവും ശരീരവും, ഉന്മാദം നിറഞ്ഞ കണ്ണുകൾ, ഉയർന്ന നാസിക, വശ്യമായ ചിരി. ഞാൻ ഈ പറയുന്ന നായികയെ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കിപ്പോഴും അവരെ കാണുമ്പോൾ ഭയങ്കര ബഹുമാനവും സ്നേഹവുമാണ്. കാരണം എപ്പോഴും പ്ലീസിങ് ആയി മാത്രമേ ഈ നായികയെ കാണാൻ കഴിയൂ. ചിരിച്ച മുഖത്തോടെ അല്ലാതെ ഈ നായികയെ കാണാൻ കഴിയില്ല. ഇപ്പോഴും പ്രായം കണക്കൂട്ടി നോക്കിയാൽ നല്ല പ്രായമായി. കാരണം 1945 മാർച്ച് 25-നാണ് തൃശ്ശൂരിൽ കണിമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആൻ്റണിയുടെയും ഗ്രേസിയുടെയും മകളായി ജനിച്ചത്. 10 മക്കളായിരുന്നു ആൻ്റണിക്കും ഗ്രേസിക്കും. അതിൽ 3 പേര് കൊച്ചു പ്രായത്തിൽ തന്നെ മരിച്ചുപോയി. ആൻ്റണിക്ക് റെയിൽവേയിലായിരുന്നു ജോലി. പെൻഷനായപ്പോൾ കോയമ്പത്തൂരിനടുത്ത് പോത്തൂരിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. നനച്ചിരിക്കാതെ അച്ഛന് പക്ഷാഘാതം വന്നു. റെയിൽവേയിൽ നിന്ന് കിട്ടിയ തുക അത്രയും അച്ഛൻ്റെ ചികിത്സയ്ക്കായി ചെലവിട്ടു. അന്ന് നമ്മൾ ഈ പറയുന്ന കഥാനായിക ക്ലാരയ്ക്ക്, അവരുടെ പേര് ക്ലാര എന്നായിരുന്നു, 11 വയസ്സാണ് പ്രായം. 7 മക്കളെയും 7 ബന്ധുക്കളുടെ വീട്ടിലാക്കി. നമ്മുടെ ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമയിലെ പോലെ. പിറ്റേ വർഷം അച്ഛൻ മരിച്ചു. ദുഃഖകരമായ കാലമായിരുന്നു അത്. ഉത്തരവാദിത്വം മുഴുവൻ മൂത്ത കുട്ടി എന്നുള്ള നിലയ്ക്ക് ക്ലാരയ്ക്കായി. നിത്യവൃത്തിക്കായി പിള്ളേരുടെ ആഭരണങ്ങളും ഫർണിച്ചറുകളും പോലും അമ്മയ്ക്ക് വിൽക്കേണ്ടി വന്ന അവസ്ഥ. കോയമ്പത്തൂർ റെയിൽവേ ക്ലബിൻ്റെ വാർഷികം നടക്കുന്ന സമയമായിരുന്നു. ക്വാർട്ടേഴ്സിലുള്ളവർ നാടകം അവതരിപ്പിക്കുകയാണ്. റിഹേഴ്സലിൽ പതിവായി ക്ലാര പോവുമായിരുന്നു. അങ്ങനെ പതിവായിട്ട് റിഹേഴ്സലിൽ പങ്കെടുത്തപ്പോൾ അതിലെ ഓരോരുത്തരും പറയുന്ന ഡയലോഗുകൾ കാണാപ്പാടമാക്കി. വാർഷികത്തിൻ്റെ തലേന്ന് നാടകത്തിൽ അഭിനയിക്കേണ്ട നായിക മുങ്ങിക്കളഞ്ഞു. എന്തോ കാരണം പറഞ്ഞ് അവർ മുങ്ങിക്കളഞ്ഞു. അങ്ങനെ നനച്ചിരിക്കാതെ ഈ നാടകത്തിലെ മുഴുവൻ ഡയലോഗും പഠിച്ച ക്ലാര നായികയായി അഭിനയിച്ചു. സൗന്ദര്യം ആവോളമുള്ളതിനാൽ അവസരങ്ങൾ പിന്നീട് അവരെ തേടി വന്നു. 13ാമത്തെ വയസ്സിൽ തെൻപാണ്ടി വീരൻ എന്ന് പറഞ്ഞ നാടകത്തിൽ നായികയായി. SS രാജേന്ദ്രൻ്റെ നാടകങ്ങൾ കിട്ടി. നടി TR രാജകുമാരിയുടെ സഹോദരൻ TR രാമണ്ണ, അദ്ദേഹം ഒരു സിനിമ സംവിധായകനാണ്. അദ്ദേഹം എടുത്ത പാശം എന്ന് പറഞ്ഞ ചിത്രത്തിൽ ക്ലാരയ്ക്ക് നല്ലൊരു തുടക്കം കിട്ടി. പാശത്തിലെ നായകൻ എന്ന് പറയുന്നത് MGR ആണ്. മക്കൾ തിലകം MGR ആണ്. B സരോജാദേവിയായിരുന്നു നായിക. ഉപനായികയുടെ വേഷമാണ് ക്ലാരയ്ക്ക് കിട്ടിയത്. ഈ പാശം ചിത്രീകരിക്കുമ്പോൾ MGRനെ വെച്ച് സരോജാദേവിയും വെച്ചെടുക്കുന്ന ഷോട്ട് കഴിഞ്ഞാൽ അതേ ഷോട്ട് തന്നെ തെലുങ്കിൽ NT രാമറാവുവിനെ വെച്ചെടുക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഈ തമിഴിൽ പാശത്തിൽ ക്ലാര അഭിനയിച്ച വേഷം തെലുങ്കിൽ അക്കാലത്ത് ഹാസ്യ വേഷങ്ങൾ ചെയ്യുന്ന ഒരു സരസ്വതി എന്ന് പറഞ്ഞ നടിയാണ് അഭിനയിച്ചത്. മൈലാപ്പൂരിൽ താമസിക്കുന്ന ക്ലാരയെയും കോടമ്പക്കത്ത് താമസിക്കുന്ന സരസ്വതിയെയും ഒരു കാർ ആണ് കയറ്റിക്കൊണ്ട് പോകുന്നത് സ്റ്റുഡിയോയിലേക്ക്. അന്ന് മുതൽ ഇരുവരും സുഹൃത്തുക്കളായി, നല്ല സുഹൃത്തുക്കളായി. MGR ക്ലാരയെ സരസ്വതി ദേവി എന്ന് പേര് മാറ്റി. ക്ലാര എന്ന് വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ സരസ്വതി ദേവി എന്ന് പേര് മാറ്റി. കല്യാൺ കുമാറായിരുന്നു ഈ പാശത്തിൽ ക്ലാരയുടെ ജോഡി.
എൻ ടി രാമറാവുവിൻ്റെ കൂടെ അഭിനയിക്കുന്നത് ഒരു സരസ്വതിയാണ്. അപ്പോൾ അവിടെ എൻ ടി ആറിൻ്റെ കൂടെ സരസ്വതി, എം ജി ആറിൻ്റെ കൂടെ സരസ്വതി ദേവി. ഇങ്ങനെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സ്റ്റുഡിയോയിൽ ഫ്ലോറിൽ ലൈല മഞ്ജുനു എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. പി ഭാസ്കരനാണല്ലോ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ ഭാഷയിൽ, മലയാള ഭാഷയിലുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു എന്ന കൗതുകത്തിൽ ക്ലാര അല്ലെങ്കിൽ സരസ്വതി ദേവി ആ സെറ്റിൽ ചെന്നു. അങ്ങനെ പി ഭാസ്കരനെ പരിചയപ്പെട്ടു, ഭാസ്കരൻ മാഷിനെ പരിചയപ്പെട്ടു. ആദ്യ കാഴ്ചയിൽ തന്നെ സരസ്വതി ദേവിയെ എന്തുകൊണ്ടോ ഭാസ്കരൻ മാഷിന് ഇഷ്ടമായി. അദ്ദേഹം അടുത്ത് ചെയ്യുന്ന സിനിമ ഭാഗ്യജാതകമാണ്. സരസ്വതി ദേവിയെ ഭാഗ്യജാതകത്തിലെ നായികയാക്കി. അങ്ങനെ ആദ്യമായി മലയാളിയാണെങ്കിലും തമിഴ്നാട്ടിൽ ജീവിച്ച, കോയമ്പത്തൂർ ജീവിച്ച സരസ്വതി ദേവി അല്ലെങ്കിൽ ക്ലാര എന്ന് പറയുന്ന നടിയെ മലയാളത്തിൽ അവതരിപ്പിച്ചു. നല്ല പേരല്ലേ ഭാഗ്യജാതകം, അത് ആ നടിയുടെ ഭാഗ്യജാതകം തന്നെയായിരുന്നു. ഭാസ്കരൻ മാഷ് ഒന്നുകൂടി ചെയ്തു. ഈ സരസ്വതി ദേവി എന്നുള്ള പേരൊന്നും കേരളത്തിൽ നന്നാവില്ല, നമുക്ക് പേര് മാറ്റാം എന്ന് പറഞ്ഞിട്ട് ഷീല എന്ന് നാമകരണം ചെയ്തു. ഭാഗ്യജാതകം ഷീലയുടെ ഭാഗ്യമായി മാറി. പിന്നെ ഒരു പ്രയാണമായിരുന്നു എന്ന് തന്നെ പറയാം. പാശവും ഭാഗ്യജാതകവും ചെയ്തുവെങ്കിലും, ഒരേ സമയത്ത് ചെയ്തുവെങ്കിലും സ്ക്രീനിൽ ഷീലയെ ആദ്യം കാണിച്ചത് ഭാഗ്യജാതകത്തിലായിരുന്നു. പാശം പിന്നാലെയാണ് വന്നത്. ചെമ്മീനിലെ കറുത്തമ്മ, കള്ളിച്ചെലമയിലെ ചെല്ലമ്മ, ഒരു പെണ്ണിൻ്റെ കഥയിലെ ഗായത്രി ദേവി. ഒരു പെണ്ണിൻ്റെ കഥ ഞാനൊരു സീരിയലാക്കാനായിട്ട് സേതുവാദ സാറിൻ്റെ നായർ റൈറ്റ് വാങ്ങി ഒരു 10 വട്ടമെങ്കിലും വീണ്ടും വീണ്ടും കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, മാധവൻ തമ്പി എന്ന് പറയുന്ന സത്യമാഷ് അഭിനയിച്ച വേഷത്തെക്കാൾ മനോഹരമായി, സത്യമാഷിനേക്കാൾ ഒരു പടി മേളിലായിരുന്നു ഗായത്രി ദേവിയായിട്ട് ഒരു പെണ്ണിൻ്റെ കഥയിൽ ഷീല പെർഫോം ചെയ്തത്. അതുപോലെ വാഴമായത്തിലെ സരള ഡബിൾ റോളായിരുന്നു, അമ്മയും മകളും. അഭയത്തിലെ സേതുലക്ഷ്മി, അഗ്നിപുത്രിയിലെ സിന്ധു, അശ്വമേധത്തിലെ സരോജം. നമുക്കിപ്പോഴും അശ്വമേധം കണ്ടാൽ നോവും. സരോജ, ഹതഭാഗ്യായ സരോജത്തിൻ്റെ കഥ. അതുപോലെ അനുഭവത്തിലെ മിസ്സിസ് തോമസ്, ഭാര്യമാർ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ സിനിമയിലെ ശോഭന പൊതുവാൾ, മിണ്ടാപ്പണിയിലെ കമലം, നിഴലാട്ടത്തിലെ ശാന്ത, അനുഭവങ്ങൾ പാളിച്ചകളിലെ ഭവാനി, കാപാലികയിലെ റോസമ്മ, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീയിലെ ഭാമ, വിഷ്ണു വിജയത്തിലെ ലീല, അതിഥിയിലെ രമണി, ഈറ്റയിലെ അന്നാമ്മ, ശരപഞ്ചരം എന്ന് പറഞ്ഞ ജയൻ്റെ മനോഹരമായ സിനിമയിലെ സൗദാമിനി തുടങ്ങി 100-ലധികം സിനിമകളിൽ ഷീല നായികയായി. വലിയ നടിയാകണം, നന്നായിട്ട് കാശ് സമ്പാദിക്കണം, പിന്നെ ഒരമ്മയാകണം, ഒരു പടം സംവിധാനം ചെയ്യണം. എല്ലാം നടന്നു എന്ന് തന്നെ പറയാം. ഷീല എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടോ അതൊക്കെ നടന്നു. സ്വന്തം സൗന്ദര്യം ശ്രദ്ധിക്കുന്ന നടിയായിരുന്നു ഷീല. മറ്റ് എല്ലാ നടികളും സൗന്ദര്യം ശ്രദ്ധിക്കും, പക്ഷേ ഷീലാമ്മയുടെ ശ്രദ്ധ എപ്പോഴും സ്വന്തം ശരീരത്തോട് തന്നെയായിരുന്നു. ഇപ്പം നമ്മുടെ ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ എന്ന് പറഞ്ഞ ഈ പങ്ക്തിയിൽ ഫ്രോക്കൊക്കെ ഇട്ടിരിക്കുന്ന ആ കുട്ടിയെ കണ്ടു നോക്കി, എന്ത് ക്യൂട്ടായിരിക്കുന്നില്ലേ. ആ കുട്ടി വളർന്നൊരു സിനിമാ നടി ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അല്ലേ. അച്ഛൻ മരിക്കുമ്പോൾ ക്ലാരയുടെ ഇളയ അനുജത്തിക്ക് 5 വയസ്സാണ് പ്രായം. നമ്മൾ ആലോചിച്ച് നോക്കിയേ. കുടുംബഭാരം ഏറ്റെടുക്കേണ്ടി വന്നു ക്ലാരയ്ക്ക്. മുത്തുമണ്ഡപം, പുതുവള്ളം തുടങ്ങിയ ഒരുപാട് നാടകങ്ങൾ കളിച്ചു. ഒരു സ്റ്റേജിൽ കളിച്ചാൽ 40 രൂപയായിരുന്നു അക്കാലത്ത് പ്രതിഫലം. CP സ്വാമി സംവിധാനം ചെയ്ത ചന്ദ്രഗുപ്തൻ ചാണക്യൻ നാടകത്തിൽ ചന്ദ്രഗുപ്തൻ്റെ മകളായി. മാസം 200 രൂപ കരാറിൽ കാട്ടൂർ ബാലൻ്റെ നാടക സംഘത്തിൽ സ്ഥിരം നടിയായി. 1956 MLA ആയ തമിഴ് സിനിമാ നടൻ SS രാജേന്ദ്രൻ്റെ നാടകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വിജയകുമാരി പ്രസവത്തിന് പോയപ്പോൾ ഈ പറഞ്ഞ ക്ലാരയെ നായികയാക്കി. ഞങ്ങൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് ഇങ്ങനെ തന്നെ അഭിനയിക്കണമെന്ന് നിർബന്ധം ഉള്ളതുകൊണ്ടൊന്നുമല്ല. അഭിനയം ഞങ്ങളുടെ ജീവിതമാണ്. ഈ രീതിയിലേ അഭിനയിക്കാവൂ എന്ന് വാശി പിടിക്കാൻ ഞങ്ങൾക്കാകില്ല. കലയെ വളർത്താനൊന്നുമല്ല, പണത്തിനു വേണ്ടിയാണ് ഞങ്ങൾ അഭിനയിക്കുന്നത്. പ്രൊഡ്യൂസർ ഏത് റോള് തന്നാലും അഭിനയിക്കും. നല്ലതേത് ചീത്തയേത് എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ഷീല സെക്സ് കാണിച്ചു, വിജയശ്രീ തുട കാണിച്ചു, റാണിചന്ദ്ര മാറിടം കാണിച്ചു എന്നൊക്കെ വിമർശിക്കപ്പെടുന്ന ചിത്രങ്ങൾ കാണാൻ പുരുഷന്മാരെക്കാൾ അധികം എത്തുന്നത് സ്ത്രീകളാണ്, അതും കോളേജ് വിദ്യാർത്ഥിനികൾ. കേരളത്തിലെ സ്ത്രീകൾ എന്തിന് ഇത്തരം ചിന്തകൾ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ചിന്തകളുണ്ടെങ്കിൽ അവരെന്തിനാണ് ഇത്തരം ചിത്രങ്ങൾ കാണാൻ പോകുന്നത് എന്ന് ആണ് ഷീല ചോദിക്കുന്നത്. അവർക്ക് വീട്ടിലിരുന്നു കൂടെ എന്നാണ് ഷീല ചോദിക്കുന്നത്. ഈ അഭിമുഖം കൊടുത്തത്
70കളിലാണ് നാന തുടങ്ങിയ കാലത്ത് മദ്രാസിലെ വീട്ടിൽ വെച്ച് മധു വൈപ്പനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞതാണിതൊക്കെ. അതായത് ഞങ്ങളുടെ മാറിടവും ഞങ്ങളുടെ തുടയും ഞങ്ങളുടെ സെക്സും ഒക്കെ കാണാനായിട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ കോളേജ് പെൺകുട്ടികളാണ്. എന്നിട്ട് അവർ തന്നെ ഞങ്ങളെ വിമർശിക്കുന്നു. ഇത്തരം ചിത്രങ്ങൾ കാണാൻ നിങ്ങൾ വരാതിരുന്നാൽ പോരെ എന്നാണ് ഷീല ചോദിക്കുന്നത്. സിംഗപ്പൂരിൽ സ്ഥിരതാമസമാക്കിയ ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബമുണ്ട്. ആ ബ്രാഹ്മണ കുടുംബത്തിലെ ഒരംഗം മദ്രാസ് മെഡിക്കൽ കോളേജിൽ പഠിക്കാനായി ഇന്ത്യയിലെത്തി. എവിടെയോ വെച്ച് തമിഴ് സിനിമാ സംവിധായകൻ ശ്രീധർ ഈ യുവാവിനെ കണ്ടു. നല്ല മിടുക്കനായ യുവാവ്. കാതലിക്ക നേരമില്ലേ എന്ന സിനിമയിൽ അയാളെ ശ്രീധർ നായകനാക്കി. അങ്ങനെ മെഡിസിൻ വിദ്യാഭ്യാസം പാതി വഴിയിൽ വിട്ടിട്ട് സിനിമാ നടനായി മാറി ആ യുവാവ്. തമിഴിലെ തിരക്കുള്ള നായകനായി. 1971 സത്യമാഷ് മരിക്കുമ്പോൾ അദ്ദേഹം പകുതി അഭിനയിച്ച് പൂർത്തിയാകാതെ കിടന്ന ചില സിനിമകളിൽ സത്യന് പകരമാകാനാണ് ഈ നടൻ കേരളത്തിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ പേരാണ് രവിചന്ദ്രൻ. സത്യമാഷിന് ഡ്യൂപ്പിടാനായി വന്ന രവിചന്ദ്രൻ ക്രമേണ ഷീലാമ്മയുടെ പരിചയക്കാരനായി മാറി. ആ പരിചയം വരാൻ ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അക്കാലത്ത് ഷീലാമ്മ നസീർ സാറുമായി പിണങ്ങി ജീവിക്കുന്ന കാലമാണ്. ഇനി ഒരിക്കലും പ്രേം നസീറിൻ്റെ കൂടെ അഭിനയിക്കില്ല എന്ന് കട്ടായം പറഞ്ഞ് മാറി നിൽക്കുന്ന അവസരത്തിൽ എനിക്കും ഒരു പ്രേമഭാജനത്തിനെ കിട്ടും എന്ന് കാണിക്കാനുള്ള വ്യഗ്രതയിലാണ് രവിചന്ദ്രനുമായിട്ട് ഷീലാമ്മ അടുക്കുന്നത്. അങ്ങനെ ആ പരിചയം വിവാഹത്തിലെത്തി. 1971 രവിചന്ദ്രനെ ഷീലാമ്മ വിവാഹം കഴിച്ചു. പരിചയപ്പെടുന്നവർ ആരും രവിചന്ദ്രനെ മറക്കില്ല. ഷീലയ്ക്ക് ഒരു മകൻ പിറന്നു. മുരളിരാജ് സതീഷ് എന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ പേര്, ആ കുട്ടിയുടെ പേര്. രവിചന്ദ്രൻ കുടിയനാണ്, സാഡിസ്റ്റാണ്, ഭാര്യയും കുട്ടികളുമുള്ള ആളാണ് തുടങ്ങി ഒരുപാട് വാർത്തകൾ അക്കാലത്ത് ഷീലാമ്മയുടെ എതിർ ഗ്രൂപ്പിലുള്ളവർ പല പത്രങ്ങളിലൂടെയും പുറത്തുവിട്ടിരുന്നു. അത് കണ്ട ഷീലാമ്മയുടെ എതിരാളികൾ അർമാദിച്ചു എന്ന് തന്നെ പറയാം. തമിഴിൽ ഷീലയും രവിചന്ദ്രനും കൂടി ചേർന്ന് അഭിനയിച്ച് നിർമ്മിച്ച് മഞ്ചൾ കുങ്കുമം എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. പക്ഷേ പടം സാമ്പത്തികമായി നഷ്ടം വന്നു. അമ്മ അപ്പ എന്ന് പറഞ്ഞ അടുത്ത സിനിമ ചെയ്തു. അമ്മ അപ്പായിൽ ഷീല നന്നായിട്ട് അവരുടെ ശരീര പ്രദർശനം നടത്തി, സ്റ്റണ്ടും ഒക്കെയുള്ള സിനിമയായിരുന്നു. അക്കാലത്തെ അഭിമുഖങ്ങളിൽ രവിചന്ദ്രൻ അഭിമാനത്തോടെ തന്നെ പറയുമായിരുന്നു, എൻ്റെ ഭാര്യ ഷീല ക്യാമറയുടെ മുന്നിൽ നന്നായിട്ട് ഗ്ലാമർ കാണിച്ച സിനിമയാണ് ഈ പറയുന്ന അമ്മ അപ്പ എന്ന് പറയുമായിരുന്നു. ന്യൂ വേവ് സിനിമകളിൽ ശാരദയെ പോലെ തനിക്കും അഭിനയിക്കണം, കലാമൂല്യമുള്ള സിനിമകൾ കാണാൻ ജനങ്ങൾ തയ്യാറാകണം, നല്ല ചിത്രങ്ങളെ സഹായിക്കാൻ ഗവൺമെൻറ്റിന് ചുമതലയുണ്ട് എന്നൊക്കെ അക്കാലത്ത് നാനയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഷീല മധുവയ്പ്പനോട് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വർഷം എത്ര കാലം മുമ്പാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ന്യൂ വേവ് സിനിമകളിൽ ഇപ്പോൾ സ്വയംവരം അടക്കം വേണമെങ്കിൽ നമുക്കെടുക്കാം. ശാരദാമ്മയ്ക്ക് നല്ല കുറേ സംവിധായകരുടെ സിനിമകൾ കിട്ടി. സേതുമാധവ സാർ അടക്കമുള്ളവർ ഷീലാമ്മയെ ഉപയോഗിച്ചുവെങ്കിൽ പോലും അവർക്ക് ശാരദയ്ക്ക് കിട്ടിയ പോലുള്ള ന്യൂ വേവ് സിനിമകൾ കിട്ടിയില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ന്യൂ വേവ് സിനിമകളിൽ ശാരദയെപ്പോലെ എനിക്കും അഭിനയിക്കണം, കലാമൂല്യമുള്ള സിനിമകൾ കാണാൻ ജനങ്ങൾ തയ്യാറാകണം, നല്ല ചിത്രങ്ങളെ സഹായിക്കാൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. ഇതൊക്കെ ദീർഘവീക്ഷണമുള്ള ഒരാളിനെ പറയാൻ കഴിയും. ഇന്ന് സിനിമയ്ക്ക് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 10-40 വർഷം മുമ്പ് ഷീല നാനയിൽ പറഞ്ഞ കാര്യങ്ങളായിരുന്നു എന്ന് പറയുമ്പോൾ അവരെത്രമാത്രം ദീർഘവീക്ഷണമുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാവും. ടാക്സ് പിരിക്കുന്ന സർക്കാർ സിനിമയുടെ വളർച്ചയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല എന്ന് ആ അഭിമുഖത്തിൽ മധുവയ്പ്പനോട് ഷീല പറഞ്ഞു. കർണാടക സർക്കാർ സബ്സിഡി നൽകുന്നു, കേരളവും നൽകണം. സർക്കാർ കെട്ടിടങ്ങൾ, വനങ്ങൾ മുതലായവയൊക്കെ സൗജന്യമായി സിനിമകൾ ചിത്രീകരിക്കാനായി നൽകണം. സിനിമയ്ക്ക് വൈദ്യുതി ചാർജ് ലഘൂകരിക്കണം. അപക്ഷ കലാകാരന്മാരെ സഹായിക്കാൻ സർക്കാർ സഹായനിധി ഏർപ്പെടുത്തണം. ഇതൊക്കെ അക്കാലത്ത് ഷീല നിർദ്ദേശിച്ച കാര്യങ്ങളായിരുന്നു. കാലങ്ങൾക്ക് ശേഷം അതൊക്കെ സർക്കാർ ഓരോന്നോരോന്നായിട്ട് പലതും നടപ്പിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ സിനിമയിൽ മധുസാറും നസീർ സാറും മധുസാറടക്കം ഒരുപാട് പേര്, അതുപോലെ തന്നെ നായികമാരാണെങ്കിൽ ശാരദയും KR വിജയും ജയഭാരതിയും ഷീലയും അടക്കം ഒരുപാട് പേർ. പക്ഷേ ഇത്തരം ചിന്തകളിൽ സംസാരിച്ച ഏക നടി ഷീലാമ്മയായിരുന്നു. കാലങ്ങൾക്ക് ശേഷം പ്രേം നസീറിൻ്റെ ഒപ്പം അഭിനയിക്കുകയാണ് ഷീലാമ്മ ഉദയയുടെ തുമ്പോലാർച്ചയിൽ. പോകരുതെന്ന് പലരും ഷീലയെ ഉപദേശിച്ചു. എൻ്റെ അഭിനയ ജീവിതത്തിൽ
കുഞ്ചാക്കോയോട് എനിക്ക് കടപ്പാടുണ്ട്. കുഞ്ചാക്കോയ്ക്കാണെങ്കിൽ പ്രേം നസീറിനെയും ഷീലയും ഒന്നിപ്പിക്കുന്ന ഒരു സിനിമ അവസാനമായി ചെയ്യണമെന്ന് വലിയ ആഗ്രഹം. ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമ ആയിരിക്കണം ഷീലയും പ്രേം നസീറും വീണ്ടും അഭിനയിക്കുന്ന അവസാനത്തെ എൻ്റെ ചിത്രം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അത് നിരസിക്കുന്നത് ശരിയല്ല, തുമ്പോലാർച്ചയിൽ അഭിനയിക്കണം എന്ന് രവിചന്ദ്രൻ ഷീലയെ നിർബന്ധിച്ചു. ചോദിച്ചു, നായകനാരാ എന്ന് ചോദിച്ചു. ഷീലാമ്മ പറഞ്ഞു, പ്രേം നസീർ. നിനക്ക് നസീറിനോട് അത്ര വലിയ വിരോധവും വാശിയുമുണ്ടെങ്കിൽ അയാളെക്കാൾ പ്രതിഫലം നീ ചോദിക്കുക. ഇതാണ് രവിചന്ദ്രൻ പറഞ്ഞു കൊടുത്ത ഒരു ബുദ്ധി. അഭിനയിക്കില്ല എന്ന് പറയരുത്. ഇപ്പോൾ പടത്തിലെ നായകൻ പ്രേം നസീറാണെങ്കിൽ പ്രേം നസീറിനേക്കാൾ വലിയ പ്രതിഫലം ചോദിക്കുക. അങ്ങ് പ്രതിഫലം തന്നാൽ അഭിനയിക്കാമെന്ന് പറ. നീ ഒരു സിനിമാ നടിയാണ്, അഭിനയമാണ് നിൻ്റെ തൊഴിൽ. ആരാണ് നിൻ്റെ കൂടെ അഭിനയിക്കുന്നതെന്ന് നീ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഷീലയെ ബുക്ക് ചെയ്യാമെന്ന അപ്പച്ചനോട് ഷീല തിരക്കി. നവോദയ അപ്പച്ചനാണ് അന്ന് അക്കാലത്ത് കുഞ്ചാക്കോരടുത്ത് പോകില്ലല്ലോ. നവോദയ അപ്പച്ചൻ ഷീലാമ്മയെ ബുക്ക് ചെയ്യാൻ മദ്രാസിലെ വീട്ടിൽ ചെന്നു. അപ്പോൾ അപ്പച്ചനോട് ഷീലാമ്മ ചോദിച്ചു, പ്രേം നസീറിന് തുമ്പോലാർച്ചയിൽ എത്ര രൂപ പ്രതിഫലം എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, പ്രേം നസീർ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുന്നത് 50,000 60,000 ഒക്കെയാണ്. നമ്മൾ അത്രയും കൊടുക്കാറില്ല. നസീറിനേക്കാൾ പ്രതിഫലം ഷീല ചോദിച്ചാൽ അപ്പച്ചൻ പൊയ്ക്കോളുമെന്നാണ് ഷീലമ്മ കരുതിയത്. പ്രേം നസീറിന് നിങ്ങൾ എത്രയാ പ്രതിഫലം നൽകുന്നത് എന്നായി ഷീലമ്മയുടെ ചോദ്യം. ഒന്നും പഠിക്കാതെ അപ്പച്ചൻ പറഞ്ഞു, ഞങ്ങൾ 30,000 രൂപ കൊടുക്കും. എന്നാൽ എനിക്ക് 35,000 തരണം. ഒരക്ഷരം തർക്കിക്കാൻ നിൽക്കാതെ അപ്പച്ചൻ 10,000 രൂപയുടെ ഒരു ചെക്ക് എഴുതി അഡ്വാൻസ് നൽകിയിട്ടങ്ങ് പോയി. സെറ്റിൽ രവിചന്ദ്രനോടൊപ്പമാണ് ഷീലാമ്മ ഉദയായിൽ ചെന്നത്. ആരോമൽ ചേകവരോട് മുറപ്പെണ്ണ് മികവിൽ മികച്ചേരി വീട്ടിൽ തുമ്പോലാർച്ച തൃപ്പങ്കോട്ടപ്പൻ്റെ തിരുനടയിൽ വച്ച് കണ്ടുമുട്ടുന്ന സീനാണ് ആദ്യമായി ചിത്രീകരിച്ചത്. അവിടെ വച്ച് നിറഞ്ഞ മിഴികളോടെ തുമ്പോലാർച്ച ആരോമലിനോട് ചോദിച്ച ആദ്യ ഡയലോഗ് എന്താണ് എന്ന് ചോദിച്ചാൽ, എത്ര നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അങ്ങയെ ഒന്ന് കണ്ടുമുട്ടുന്നത് എന്നായിരുന്നു. ഇവർ പിണങ്ങിപ്പോയല്ലോ. നല്ല മാനസികമായി അടുത്ത നല്ല അടുപ്പമുള്ളവരായിരുന്നു. അവർ പിണങ്ങിയ കഥയൊന്നും ഞാൻ ഇനി പറയുന്നില്ല. പക്ഷേ ഒരുമാതിരിപ്പെട്ട പ്രേക്ഷകർക്കൊക്കെ അറിയാം ഷീലാമ്മ എന്തിനാണ് നസീർ സാറുമായിട്ട് പിണങ്ങിപ്പോയതെന്ന്. എനിക്ക് ആ കഥകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് പാവം തോന്നി ഷീലാമ്മയോട്. ഷീലാമ്മയെ പരിചയപ്പെട്ടാൽ നമ്മൾ എന്താ പറയുക, അവരെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഞാനൊരു സിനിമയിലും ഷീലാമ്മയോടൊപ്പം വർക്ക് ചെയ്തിട്ടില്ല. ഒരുപാട് ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഷീലാമ്മയുടെ കൂടെ ഒന്ന് സംസാരിക്കുകയോ ഒരു ഫോട്ടോ എടുക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ഭാര്യ, അത് ആരുടെ കല്യാണമാണെന്ന് എനിക്കറിയില്ല, ആരുടെ കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഗോപാലകൃഷ്ണൻ, ഫോട്ടോഗ്രാഫർ ഗോപാലകൃഷ്ണൻ്റെ മകൻ്റെ കല്യാണമാണെന്ന് തോന്നുന്നു, വിഷ്ണുവിൻ്റെ. എന്തായാലും ഒരു കല്യാണത്തിൻ്റെ, സിനിമാക്കാരുടെ ഒരു കല്യാണമാണ്. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വിജയശ്രീ ലാളിതയെ പോലെ കാറിലിരുന്ന് ഫോണിൽ 2-3 പടങ്ങൾ സിന്ധു കാണിച്ചു തന്നപ്പോൾ ഞാൻ അതിശയപ്പെട്ടു പോയി. കാരണം ഷീലാമ്മയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോകൾ. അപ്പോൾ സിനിമാക്കാരുടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരാളല്ല സിന്ധു. പക്ഷേ ഷീലാമ്മയെ എന്തുകൊണ്ട് വലിയ ഇഷ്ടമാണ് സിന്ധുവിന്. സിന്ധു പറയുന്നത് അവരെ കണ്ടു പഠിക്കണം. ഡ്രസ് കോഡായാലും മേക്കപ്പ് കോഡായാലും അവർ ആളുകളോട് ബിഹേവ് ചെയ്യുന്നതും ഒക്കെ ഷീലാമ്മയെ കണ്ടുപഠിക്കണമെന്നാണ് സിന്ധു പറയാറ്. അങ്ങനെ ആ ഒരു ആരാധന ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് ആ ഫോട്ടോകൾ കാണിച്ചു തന്നപ്പോൾ ഞാൻ അതിശയപ്പെട്ടു. ഞാൻ നോക്കട്ടെ, എൻ്റെ ഫോണിലെ ശേഖരത്തിൽ ഷീലാമ്മയും സിന്ധുവായിട്ടുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിലിടാം. അപ്പോൾ എത്ര നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അങ്ങയെ ഒന്ന് കണ്ടുമുട്ടുന്നത് എന്നായിരുന്നു തുമ്പോലാർച്ച ആരോമൽ ചേകവരനോട് ചോദിച്ചത്. ആദ്യത്തെ ഡയലോഗ്. തുമ്പോലാർച്ചയെ തുടർന്ന് മല്ലനും മാധവനും കണ്ണപ്പനുണ്ണിയും മുതലായ ചിത്രങ്ങളിലും ഷീല നസീർ സാറിൻ്റെ നായികയായി. മുരളിരാജ് സതീഷിന് മുരളി എന്നാണ് ഷീലാമ്മ പേരിടാനിരുന്നത്. രവിചന്ദ്രനെ, അച്ഛനെ ഓർത്തിട്ടാണ് മുരളിരാജ് എന്നിടാൻ തീരുമാനിച്ചത്. അപ്പോഴാണ് ഷീലാമ്മയുടെ അമ്മ പറയുന്നു, എൻ്റെ പേരക്കുട്ടിക്ക് ഞാൻ സതീഷ് എന്ന് പേരിടും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മുരളിരാജ് സതീഷ് എന്ന പേര് ഷീലാമ്മയുടെ മകന് കിട്ടിയത്. ജാതകത്തിൽ മുരളിരാജ് സതീഷ് ലോകം മുഴുവൻ അറിയുന്ന ആളാകുമെന്ന് എഴുതിയിരുന്നതിനാൽ സിനിമയിൽ ശ്രദ്ധേയനാകുമെന്നാണ് അക്കാലത്ത്, കുട്ടി ജനിച്ച കാലത്ത് ഷീലാമ്മ വിശ്വസിച്ചിരുന്നത്. കുറച്ചു കാലത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം രവിചന്ദ്രനുമായി ഷീലാമ്മ തെറ്റിപ്പിരിഞ്ഞു. സിനിമാ നിർമ്മാതാവ് ബാബു സേവ്യർ, വിജയ മൂവീസിൻ്റെ ഉടമസ്ഥൻ ബാബു സേവ്യർ ഷീലാമ്മയുടെ ഭർത്താവായി. മദ്രാസിലെ സാന്തോം പള്ളിയിൽ വച്ച് ഇരുവരും വിവാഹിതരായി. താമസം മദ്രാസിൽ നിന്ന് മതിയാക്കി, സിനിമ അഭിനയമെല്ലാം മതിയാക്കി ഊട്ടിയിലേക്ക് മാറ്റി. മുരളിരാജ് സതീഷ്
ജോർജായി മാറി. കാരണം അച്ഛൻ ക്രിസ്ത്യനായപ്പോൾ അമ്മയും ക്രിസ്ത്യനാണല്ലോ. അങ്ങനെ ജോർജ് എന്ന് പേര് മാറ്റി. സിനിമകളിൽ വന്നപ്പോൾ ജോർജ് വിഷ്ണു എന്ന് പേര് മാറ്റി. 5 സ്റ്റാർ ഹോസ്പിറ്റൽ അടക്കം കുറച്ച് സിനിമകളിൽ ഈ പറയുന്ന മുരളിരാജ് സതീഷ് അഭിനയിച്ചെങ്കിലും ഒരു സിനിമാ നടൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം രക്ഷപ്പെട്ടില്ല.